എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് വന്നിട്ട് ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ഹോട്ട് പൈപ്പിംഗ് ബോയിൽഡ് കോൺ, നല്ല ഫൈബർ റിച്ച്, വൈറ്റമിൻ സി റിച്ച് സ്നാക്കാണ്. സോ ഇത് ഈവനിങ് സ്നാക്കായിട്ട് കഴിച്ചാൽ ഭയങ്കര നല്ലതാണ്, ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാതിരിക്കാൻ. സോ അത് കഴിഞ്ഞിട്ട് ഞാനും ലഡ്ഡുവും കൂടി ഒന്ന് പുറത്ത് വാക്കിങ്ങിന് ഇറങ്ങി. ഈവനിങ് വാക്ക്. പിന്നെ കൂടുതൽ ഞാൻ ബുട്ടൂനെ ആണെങ്കിലും ലഡ്ഡൂനെ ആണെങ്കിലും ഞങ്ങളിങ്ങനെ ചെരുപ്പില്ലാതെയാണ് നടത്തുന്നത്. അത് അപ്പം പറഞ്ഞിട്ടാണ്. സോ അപ്പോഴാണ് ആ കാല് വന്നിട്ട് ഇതിലെല്ലാം യൂസ് ടു ആവുന്നതെന്ന് പറയാറുണ്ട്. സോ ഇത് വന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇവിടെ കോയമ്പത്തൂരിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചട്നിയാണ്, ബ്രിഞ്ചോളും പിന്നെ പൊട്ടേറ്റവും വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ്. നമ്മളിവിടെ കത്തിരിക്ക ബജ്ജി എന്നാണ് പറയുന്നത്. ഇഡ്ഡലി ദോശയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ്. ഹലോ വട്ടവല വട്ടപ്പല്ല. ചെടി ഉണ്ടാക്കുക. എന്ത് ചെടിയാണ് ഉണ്ടാക്കണേ? ബീൻസ് ചെടി. സോ ബീൻസിൻ്റെ നല്ല ഉണങ്ങിയ ഒരു 6-7 എന്താണ് സീഡ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ബുട്ടു മണ്ണിടുന്നു അല്ലേ? ഞങ്ങൾ അപ്പം ഈ ഓക്കെ ഇപ്പം തന്നെ വരാൻ തുടങ്ങിയോ? പോടാ കള്ളപ്പാ. ഓക്കെ നിനക്ക് വെയിറ്റ്. എനിക്ക് നീ മേളിൽ വെള്ളം വെച്ചോ. എനിക്ക് ഫുള്ള് കവറായിട്ടുണ്ടോ സീഡ്സ് ഫുള്ള്? പൂജയ്ക്ക് മുമ്പ് അമ്മ മുട്ടുവിൻ്റെ ബുക്കിലൊക്കെ എന്താ പൊട്ട് ചന്ദനവും സിന്ദൂരവും വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പൂജയായിരുന്നു. സോ ഇത് ആക്ച്വലി 1 വീക്കിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. So we are going for Laddu's vaccination. സോ നമ്മുടെ വീട് വന്നിട്ട് ഹോസ്പിറ്റൽ പ്രിമിസസിൽ തന്നെയാണ്. സോ അവിടെ അപ്പം വിസിറ്റിന് പോകാറുണ്ട്. അവിടെയാണ് ലഡ്ഡുവിനെ ഞങ്ങൾ ഇന്ന് വാക്സിനേഷന് കൊണ്ടുപോകുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാനും എൻ്റെ ബ്രദറും പോകുന്നത്. സോ വാക്സിനേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു വരുക ഇച്ചിരി മൂഡ് ഓഫ് ആയിരുന്നു. താത്ത എപ്പോഴും പുറത്ത് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കൊണ്ടുപോയി ഇങ്ങനെ കുത്തി വെച്ചല്ലോ എന്നുള്ള വിഷമമായിരുന്നു ലഡ്ഡുവിന്. തിരിച്ചു വന്നിട്ട് പൂജയൊക്കെ ചെയ്തു. നേരത്തെ ബുട്ടുവും അമ്മയും കൂടി എല്ലാം ഒരുക്കി. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം എന്താണ് പൂജയൊക്കെ ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂജ ദിവസം. സോ എല്ലാവർക്കും എല്ലാം നല്ലത് കിട്ടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചു. സോ ഞാൻ വന്നിട്ട് 2 ടൈപ്പ് സക്യുലൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്നും പിന്നെ ഇത് വേറെ ഒരെണ്ണം. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല, പേരൊക്കെ കണ്ടുപിടിക്കണം. സോ ഈ 2 എണ്ണമാണ് നമ്മൾ പ്രോപിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊക്കെ ലീവ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോപിഗേറ്റ് ചെയ്യാം. സോ ഇതുപോലെ എടുക്കണമെങ്കിൽ ലീവ്സ് ആ ചെടിയിൽ നിന്ന് പറിക്കണമെങ്കിൽ ഇതുപോലത്തെ എനിക്കിതിൻ്റെ സംഭവം എന്താണെന്ന് അറിയില്ല, നോഡ്യൂൾസോ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഉള്ള പോലെ പറിച്ചെടുത്തിട്ട് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഇതുപോലത്തെ അടിയിൽ ഓട്ട ഉള്ള ഒരു പാത്രത്തിൽ മണ്ണ് നിറച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മണ്ണിൽ കുത്തി വെച്ചാൽ മതി. അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് 2-3 ദിവസത്തേക്ക് വെള്ളം ഒഴിക്കാതിരുന്നിട്ട് അധികം സൺലൈറ്റിൽ, ഇത് വന്നിട്ട് ഞാൻ വേറെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. 2-3 ദിവസം വെള്ളം ഒഴിക്കാതെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതിരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ചെടി വളർന്നു വരും. പക്ഷെ 45 ഡേയ്സ് എടുക്കുമെന്നാണ്. അപ്പം എന്തായാലും പോകുന്നവരെ നമ്മൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതും കൂടി പറിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഒരു 2 ദിവസം കഴിയുമ്പോൾ വെള്ളം ചുമ്മാ സ്പ്രേ ചെയ്ത് നോക്കാം. സോ ഞാൻ പോകുന്നവരെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരുന്നുണ്ടെന്ന്. പിന്നെ വേറെ കുറേ ചെടികളൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ വെള്ളത്തിനും ഇവിടുത്തെ സോയിലിനും എന്താണ് അവിടെ എറണാകുളത്തിൻ്റെ ക്ലൈമറ്റും വെള്ളവും സോയിൽ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. സോ അതുകൊണ്ട് ഇവിടെ വരുന്നത് അവിടെ വരത്തില്ല. അപ്പം നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ വന്നില്ലെങ്കിൽ വിഷമമാണ്. വെറുതെ ഒരു കൂടി ചെടിയെ കൊന്നു എന്നുള്ള ഒരു പാവം കൂടി കിട്ടുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ്. സോ ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇങ്ങനെ
പുതിയ ചെടി ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. സോ ഐം ജസ്റ്റ് ഗോയിങ് ടു ട്രൈ ദിസ്. സക്സസ്ഫുൾ ആയാൽ ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിലും കാണിച്ചു തരാം. ലീവ്സ് മറ്റേത് പറിച്ചെടുത്തത് ഇതിൽ നിന്നാണ്. ഇത് വന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അടയും അവിയലും പിന്നെ പച്ച ചട്നി, അതായത് സവോളയും തക്കാളിയും പച്ചയായിട്ട് അരച്ചിട്ട്, ഇല്ലെങ്കിൽ വാട്ടിയിട്ടാണ് അരയ്ക്കാറുള്ളത്. ഒന്ന് പച്ചയായിട്ട് അരച്ചതാണ്. സോ ഞാൻ ഈ അടദോശ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തിയാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അതിൻ്റെ കൂടെ ഇവിടെ വന്ന് കോമ്പിനേഷൻ അവിയൽ, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന അവിയൽ തന്നെയാണ്. ലഡു കണ്ണാടി പോട്. ഇന്നത്തെ കണ്ണാടി പോട്, കണ്ണാടി പോട്, കണ്ണാടി പോട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ടെറേറിയം ഉണ്ടാക്കാൻ പോവാണ്. ടെറേറിയം ഫസ്റ്റ് ഇതിന് നമ്മൾ കുറച്ച് പെബിൾസ് എടുക്കുക. പെബിൾസ് എന്നിട്ട് ഒരു ഗ്ലാസ് ജാറ് എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ അകത്ത് ഇടണം. ഇവിടെ ഞാൻ കുറച്ച് മോസ്, പിന്നെ ഇതുപോലത്തെ ചെറിയ ചെടികൾ, ഫേൺസ് പോലത്തെ ചെടി, ഇതൊരു ടൈപ്പ് ഓഫ് ഫേൺ, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ പെബിൾസ് ഇട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കാം. ഈ പീസ് ഓഫ് പ്ലാസ്റ്റിക് പേപ്പർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പെബിൾസ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ തന്നെ നമ്മളിപ്പോൾ മണ്ണിടാൻ പോവാം. ആണ് ഞങ്ങളുടെ ടെറേറിയം. ഞങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, ഭംഗിയുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. സോ നമ്മൾ 2 മോസും പിന്നെ 2 ടൈപ്പ് ഓഫ് ഫേൺസും, താഴെ പെബിൾസും മഡ് പിന്നെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടെറേറിയം, സിമ്പിൾ ടെറേറിയം. സോ ഇത് കണ്ടിട്ട് ഭംഗിയുണ്ടോയെന്നൊന്നും അറിയില്ല. പിന്നെ ശരിക്കും ടെറേറിയത്തിന് വേറെ ടൈപ്പ് ഓഫ് ജാർസ് ആണ് എടുക്കുന്നത്. ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ, ഒന്നും വിചാരിക്കല്ലേ. സോ ഇപ്പം നവംബർ തുടങ്ങിയപ്പം മുതൽ ഇവിടെ ഇതുപോലെ നല്ല രാത്രി ഭയങ്കര ഇടിവെട്ടും മിന്നലുമാണ്. രാവിലെ ആകുമ്പം ഇതുപോലെ നല്ല മിസ്റ്റ്. സോ ഇത് ആക്ച്വലി വന്നിട്ട് രാവിലെ ഒരു 11 o'clock ഒക്കെ ആയിട്ടായിരിക്കും ഇതുപോലെ ക്ലൈമറ്റ്. അപ്പം അടുപ്പിച്ചിട്ട് തണുപ്പ് തന്നെയാണ്. സോ ഇത് വന്നിട്ട് ഒരു ക്രീം ഞാൻ വന്നിട്ട് യൂട്യൂബിൽ വൈൽഡ് ടേമറിക് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ നിന്ന് കണ്ട് ഒന്ന് ട്രൈ ചെയ്തതാണ്. നല്ലതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഉലുവ പൊടിച്ചത്, അതിൻ്റെ കൂടെ മഞ്ഞളും ഇച്ചിരി ചന്ദനം ഞാൻ ഇട്ടു. ഇതിട്ടിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആലോവേരയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നൈറ്റ് ക്രീം പോലെ യൂസ് ചെയ്യാം. നല്ലതാണെങ്കിൽ പറയാം ഞാൻ. സോ ഈ കാണുന്ന കറീൻ്റെ പേര് വന്നിട്ട് എണ്ണ കത്തിരിക്ക കറി എന്നാണ് പറയുന്നത്. സോ അതായത് നമ്മുടെ ബ്രിഞ്ചോൾസ് ഇച്ചിരി കൂടി ടെൻഡർ ആയിട്ട്, അല്ലെങ്കിൽ ബേബി ആയിട്ടുള്ള ആ ബ്രിഞ്ചോളിനെ എടുത്ത് ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത്, പിന്നെ മസാല നല്ലപോലെ വറുത്തരച്ചിട്ട് കറി വെക്കും. പുളിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി കറിയാണ്. സോ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ. സോ പറഞ്ഞാരും വിശ്വസിക്കത്തില്ല, ഇത് ഉച്ചയ്ക്ക് 12 മണിയാണ്. പക്ഷേ ക്ലൈമറ്റ് ഇങ്ങനെയായിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവംബർ മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെയാണ്. പകൽ ഫുള്ള് ഇതുപോലെ മിസ്റ്റും തണുപ്പും, രാത്രി ഫുള്ള് നല്ല ഇടിവെട്ടും മിന്നലും, ഭയങ്കര മഴയാണ്, നിർത്താതെ മഴയാണ്. സോ യൂഷ്വലി ഇവിടെ നവംബർ ഈ സമയത്തൊക്കെയാണ് കുറേ ലാൻഡ് സ്ലൈഡ്സും ഒക്കെ ഉണ്ടാവാറുള്ളത്. സോ ഹോപ്പ് ഈ വർഷം ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ലാൻഡ് സ്ലൈഡ്സൊക്കെ ഉണ്ടായാൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇതോടുകൂടി നമ്മുടെ വീഡിയോ തീരുവാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.